ഹലോ, ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടോക്സിനെ കുറിച്ച് പറയാനാണ്. കഴിഞ്ഞ ദിവസം ഒരു ബോട്ടോക്സ് ചെയ്ത വീഡിയോ അങ്ങനെ ഇട്ടിരുന്നപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോട്ടോക്സ് ചെയ്താൽ മുടി വളരുമോ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, മുടി കൊഴിച്ചിൽ നിൽക്കുമോ, അങ്ങനെ കൂടുതൽ പേർക്ക് മുടി വളരുമോ, മുടി വളരാൻ വേണ്ടി ചെയ്യുന്നതാണോ, പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്പാ കൊടുക്കണോ, മാസം തോറും സ്പാ കൊടുക്കണോ. ഇത് മൂന്നുമാണ് പറയാനുള്ളത്. മുടി കൊഴിച്ചിൽ നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിൽക്കും, മുടിയുടെ ഡാമേജുകളെല്ലാം നിൽക്കും. പക്ഷെ മുടി വളരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മുടി വളരാറുണ്ട്, എല്ലാവർക്കും മുടി വളരാറുണ്ട്. എന്തെങ്കിലും നമുക്ക് അപൂർവമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുടി വളർന്നു വരുന്ന മുടി നമുക്ക് നിൽക്കാതെ കൊഴിഞ്ഞു പോകത്തുള്ളൂ. പിന്നെ ഹെയറിൽ നമുക്ക് ഹെയർ ഫോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. കൂടുതലും മുടി കൊഴിയുന്നത് നമ്മുടെ ശാരീരിക പ്രശ്നം കൊണ്ടാണ് കൂടുതലും മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. നമ്മുടെ ആരോഗ്യമുള്ളൊരു ശരീരമാണെങ്കിൽ നമുക്ക് മുടിയൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കും, ഉള്ള മുടി ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ സ്കിന്ന് പോലെ തന്നെയാണ് നമ്മളെ ഹെയറിനും ഡാമേജുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുന്നത് പോലെ ഹെയറും നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് സ്പാ നമ്മൾ മാസം തോറും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇതിന് നമ്മൾ പ്രോട്ടീനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കലല്ല, എന്ന് വെച്ച് ഫുള്ള് കെമിക്കൽ ഒട്ടും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഉണ്ടാവാറുണ്ട്. കെമിക്കൽ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് സ്മൂത്തൊക്കെ ചെയ്യുമ്പോൾ അത് ടെക്സ്ചർ മാറ്റുന്ന രീതിയാണ്. അതിൽ നമ്മൾ അത്രയും കെമിക്കൽ കൊടുത്തിട്ട് തന്നെയാണ് അതിന് ടെക്സ്ചർ അതിന് മാറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാസം തോറും പ്രോട്ടീനും സ്പായും ഒക്കെ കൊടുത്തിട്ട് അതിന് മുടിയൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പാ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പാ നമുക്ക് വേണം എന്ന് തോന്നുന്നത് നമ്മളെ സ്കാൽപ്പിൽ ഡാൻഡ്രഫോ മറ്റെന്തെങ്കിലും ഇതുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഡാൻഡ്രഫിൻ്റെ സ്പാ കൊടുക്കണം. അല്ലാതെ ഒരു ഇത്ര വാഷ് വരെ നമുക്ക് ഉണ്ട്, ഒരു 90 വാഷ് വരെയൊക്കെ. ഇപ്പോൾ കഴിഞ്ഞത് 90 വാഷാണ് അവർ പറയുന്നത്. അതുവരെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാണോ ചെയ്യണം അതിൻ്റെ തന്നെ ഷാമ്പു കണ്ടീഷണർ മസ്റ്റായിട്ട് ഉപയോഗിച്ചാൽ മതി. അത് ഒന്നുകിൽ സലൂൺകാർ നമ്മൾ തന്നെ റെഡിയാക്കി കൊടുക്കും, അല്ല അവർക്ക് സ്വന്തമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാതെ നമുക്കിത് കിട്ടുന്ന ഷോപ്പുകളുണ്ട്, അവിടെ പോയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇതാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോഴും മുടിയുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും പൊട്ടിപ്പോകൽ നിൽക്കുമ്പോഴും കൂടുതലും ഇവിടെ വരുന്നത് സ്ട്രൈറ്റ് സ്മൂത്ത് ചെയ്തിട്ട് മുടി അല്ലെങ്കിൽ സ്പായൊക്കെ കൊടുക്കാതെ തന്നെയും അല്ലാതെയും ക്ലോറിൻ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് മുടി ഡാമേജ് ആവാറുണ്ട്, ഡ്രൈ ആവാറുണ്ട്. സ്കിന്ന് പോലെ തന്നെ ഹെയറും ഡ്രൈ ഹെയർ, ഓയിലി ഹെയർ, ഡാമേജ് അങ്ങനെ ഉണ്ട്. മൊത്തത്തിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹെയർ ടൈപ്പും വരുന്നത്. അപ്പം അതും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും നമ്മളെ ഹെയറുകൾ ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്നെസ് ആയിട്ടുള്ള ഹെയറുകൾ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയറുകൾ, അങ്ങനെ മൊത്തത്തിൽ ഡാമേജ് ആയി നിൽക്കുന്ന ഹെയറിന് കൊടുക്കുന്നതാണ് ബോട്ടോക്സ്. അല്ലാതെ ഉള്ളവരും ചെയ്യുന്നുണ്ട്. അല്ലാതെയും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെയും ഹെയർ ഡാമേജ് ആയിട്ടുള്ളവരും വന്നിട്ട് ബോട്ടോക്സ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്താലും എങ്ങനെയായിരുന്നാലും ബോട്ടോക്സ് ചെയ്യുന്നത് നമുക്ക് ഗുണം തന്നെയാണ്, ഒരിക്കലും അത് ദോഷം വരുന്നില്ല. മുടി ഇപ്പോൾ തിൻ ലെയറായിട്ടുള്ള മുടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഇപ്പം ഞങ്ങൾ പറയുന്നതല്ല, ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ബലവും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, ക്ലൈൻറ്റുകൾ എന്നെ വന്ന് പറയാറുണ്ട്. അപ്പം ഇപ്പം ചെയ്തേക്കുന്ന ബ്രസീലിയൻ ബോട്ടോക്സാണ്, നമ്മുടെ തന്നെ ഒരു കൊച്ചാണ് ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് മുടി വളരുമോ, ഓരോരുത്തർ പറയാറുണ്ട് ബ്രസീലിയൻ ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ ഭയങ്കരമായിട്ട് മുടി വളരും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. അപ്പം എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്.